ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി. 2 കന്യാസ്ത്രീകളും ദുർഗ സെൻട്രൽ ജയിലിൽ തുടരും. സെഷൻസ് കോടതിയിൽ നാളെ ജാമ്യാപേക്ഷ നൽകും. അതേസമയം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഛത്തീസ്ഗഡിലെത്തിയ ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള LDF പ്രതിനിധി സംഘത്തെ ജയിലിൽ പോകാൻ അനുവദിക്കില്ലെന്ന് പോലീസ്. കെ രാധാകൃഷ്ണൻ MP, AR റഹീം MP, ജോസ് കെ മാണി MP, ആനി രാജ, PP സുനീർ MP എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഇടതു പ്രതിനിധി സംഘം റായ്പൂർ ബിഷപ്പ് ഹൌസിലും എത്തി. Here to meet the nuns, to express solidarity with them, with the Christian community and with women all over India, because the nuns have been so badly humiliated. They have been so unfairly treated. So we are here to express our solidarity. വിശദാംശങ്ങളുമായി ഛത്തീസ്ഗഡിൽ നിന്നും സിബി ജോസഫ് ചേരുകയാണ്. സിബി, ബൃന്ദ കാരാട്ട് പറഞ്ഞ പോലെ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ ഇറങ്ങി തിരിച്ച കന്യാസ്ത്രീകൾക്കാണ് ഇത്തരത്തിലൊരു വളരെയധികം ദുഃഖകരമായ സംഭവം നേരിടേണ്ടി വന്നത്. അവർക്ക് 10 വർഷത്തെ ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ ചുമത്തി ഒരു കൃത്യമായ ന്യൂനപക്ഷ വേട്ടയാണ് ഛത്തീസ്ഗഡ് സർക്കാർ നടത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായും ഈ ജയിലിന് മുന്നിൽ നാടകീയമായ രംഗങ്ങളായതുകൊണ്ടായിരുന്നു. പ്രത്യേകിച്ച് CPM-ന്റെ MP-മാരും അതോടൊപ്പം തന്നെ LDF നേതാക്കളും ഉൾപ്പെടെ ജയിലിന് മുന്നിലെത്തിയപ്പോൾ അവിടെ പൂർണ്ണമായും തടയുന്ന ഒരു സാഹചര്യമാണ് ഈ ജില്ലാ ജയിൽ അധികൃതർ സ്വീകരിച്ചത്. അതിൽ ആദ്യം ഈ ജില്ലാ ജയിൽ അധികൃതർ പറഞ്ഞത് കൃത്യമായ രേഖകൾ വേണം, കൃത്യമായി നേരത്തെ തന്നെ അപേക്ഷ നൽകി അനുമതി വാങ്ങിയില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് ഈ അനുമതി വാങ്ങി അല്ലെങ്കിൽ അനുമതി തേടിക്കൊണ്ടുള്ള ഈ രേഖകൾ പ്രകാരം രേഖകൾ ഉൾപ്പെടെ കെ രാധാകൃഷ്ണൻ MPയും അതോടൊപ്പം തന്നെ AR റഹീം MP ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയപ്പോൾ പിന്നീട് സമയം കഴിഞ്ഞുപോയി എന്നുള്ള മറ്റൊരു കാരണമായിരുന്നു ഇവർ പറഞ്ഞത്. അങ്ങനെ തികച്ചും സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇവരുടെ സന്ദർശനത്തെ പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ജയിലിന് പുറത്ത് ആ സമയത്ത് ഈ പോലീസുകാരെല്ലാം തന്നെ പെട്ടെന്ന് വളയുകയും കയർ വെച്ചുകൊണ്ട് ജയിലിന് പെട്ടെന്ന് ഇവരെ കയർ വെച്ച് വളഞ്ഞുകൊണ്ട് ഒരു പ്രതീതിയാണ് അവിടെ സൃഷ്ടിച്ചത്. എന്തായാലും തികച്ചും നാടകീയമായ രംഗങ്ങളായിരുന്നു ജയിൽ കവാടത്തിന് മുന്നിൽ, ദുർഗ് സെൻട്രൽ ജയിൽ കവാടത്തിന് മുന്നിൽ നടന്നത്. പിന്നീട് എന്തായാലും നാളെ കന്യാസ്ത്രീമാരെ നേരിട്ട് ജയിലിൽ കണ്ട ശേഷം മാത്രമേ തിരിച്ചു പോരുന്ന ഒരു നിലപാടിലേക്ക് MP-മാർ എത്തുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരികെ പോരുകയാണ് ഉണ്ടായത്. പിന്നീട് അവർ വരാപ്പുഴയിൽ എത്തി ആർച്ച് ബിഷപ്പുമായി നേരിൽ സംസാരിച്ചു. അതുകൂടാതെ തൊട്ടടുത്തുള്ള കോൺവെന്റിൽ ഈ പെൺകുട്ടികളെ അവിടെ താമസിപ്പിച്ചിരുന്ന കോൺവെന്റിലെത്തി അവിടെ കന്യാസ്ത്രീമാരെയും പുരോഹിതന്മാരെയും കണ്ടുകൊണ്ട് എല്ലാ നിലയും അവർക്ക് എല്ലാവരും നിയമസഹായവും അവർക്ക് വേണ്ട ആത്മവിശ്വാസവും പകരുകയും ചെയ്തു. MP-മാരായ കെ രാധാകൃഷ്ണൻ MP, ജോസ് കെ മാണി, AR റഹീം, PP സുനീർ, ബൃന്ദ കാരാട്ട്, ആനി രാജ അടക്കമുള്ളവരായിരുന്നു ഇടതുപക്ഷത്തെ സംഘപ്രതിനിധികൾ. അവർ നാളെ രാവിലെ 9 മണിയോടെ വീണ്ടും ദുർഗ് സെൻട്രൽ ജയിലെത്തി ഈ കന്യാസ്ത്രീവരെ കാണാനുള്ള നീക്കം നടത്തും. കന്യാസ്ത്രീമാരെ നേരിൽ കാണുമെന്ന് തന്നെ അവർ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും കാണുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തികച്ചും നാടകീയമായ രംഗം, പ്രത്യേകിച്ച് ഇവിടെ കെ രാധാകൃഷ്ണൻ MP അടക്കം ചൂണ്ടിക്കാട്ടിയത് ഈ കന്യാസ്ത്രീമാരെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർ കൃത്യമായ സത്യം തുറന്നു പറയുകയും അത് ജനങ്ങൾ അറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത് അറിയാതിരിക്കാനുള്ള BJP സർക്കാരിന്റെ കൃത്യമായ അജണ്ടയാണ് ഇതെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇന്നിപ്പോൾ കാണാൻ കഴിഞ്ഞിരിക്കും. നാളെ ഈ കന്യാസ്ത്രീമാരെ ജയിലിൽ കണ്ട ശേഷം അവർക്ക് വേണ്ട നിയമസഹായവും ആത്മവിശ്വാസവും പകരുമെന്നും ഇടതുപക്ഷ MP-മാർ വ്യക്തമാക്കുകയും ചെയ്തു. ശരി, എന്തായാലും നാളെ കന്യാസ്ത്രീമാരെ നേരിൽ കാണുവാനുള്ള ഒരു അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് സംഘം. സിബി ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്.